പ്രവാസ ലോകത്തെ വാർത്തകൾ. അനധികൃത കുടിയേറ്റത്തിനെതിരെ കർക്കശ നിലപാടുമായി US. നിയമവിരുദ്ധ കുടിയേറ്റം സാധ്യമാക്കുന്ന ഇന്ത്യൻ ട്രാവൽ ഏജൻസികൾക്ക് US വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ പ്രഖ്യാപനം യാത്രാ കുടിയേറ്റ സഹായത്തിന്റെ മറവിൽ ദുർബലരായ വ്യക്തികളെ ചൂഷണം ചെയ്യുന്നവർക്ക് ശക്തമായ സൂചന നൽകുന്നു. നിയമവിരുദ്ധമായി കരമാർഗം US-ലേക്ക് എത്താൻ ശ്രമിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ കുത്തനെ വർധനവുണ്ടായ സാഹചര്യത്തിലാണ് വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മാത്രം മെക്സിക്കോ അതിർത്തിയിൽ 96,000-ലധികം ഇന്ത്യൻ പൗരന്മാരെ US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ കസ്റ്റഡിയിലെടുത്തു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കുത്തനെയുള്ള വർധനവാണിത്. ഈ അറസ്റ്റുകളിൽ പകുതിയോളം US കാനഡ അതിർത്തിയിലാണ് നടന്നത്. പഞ്ചാബ്, ഗുജറാത്ത്, ഹരിയാന, ദക്ഷിണേന്ത്യയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന അനധികൃത ട്രാവൽ ഏജന്റുമാർ നൽകിയ തെറ്റിദ്ധരിപ്പിക്കുന്ന വാഗ്ദാനങ്ങളുടെ ഇരകളാണ് ഇവരിൽ പലരുമെന്ന് കണ്ടെത്തി. റോയിട്ടേഴ്സ് അന്വേഷണം അനുസരിച്ച് ചില ഇന്ത്യൻ കുടിയേറ്റക്കാർ US-ലേക്കുള്ള പുതിയ നിയമവിരുദ്ധ റൂട്ടുകൾക്കായി 80 ലക്ഷം രൂപ വരെ നൽകുന്നുണ്ട്. ഇതിൽ ചാർട്ടർ ഫ്ലൈറ്റുകളും മധ്യ അമേരിക്ക വഴിയുള്ള കരമാർഗ കൈമാറ്റങ്ങളും ഉൾപ്പെടുന്നു. വഞ്ചനാപരമായ വിസ ഏജന്റുമാരുടെയും അനധികൃത കുടിയേറ്റ പദ്ധതികളുടെയും ഇരകളാകുന്നതിനെതിരെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE-ലെ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളുടെ വളർച്ച ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടി. വ്യാവസായിക സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് 100 കോടി ദിർഹത്തിന്റെ പ്രത്യേക ഫണ്ട് ആരംഭിക്കും. അടുത്ത 5 വർഷത്തിനകം കമ്പനികൾക്ക് 4000 കോടി ദിർഹം ധനസഹായം നൽകുമെന്ന് UAE വ്യവസായ സാങ്കേതിക വകുപ്പ് മന്ത്രി ഡോക്ടർ സുൽത്താൻ അൽ ജാബർ പറഞ്ഞു. അബുദാബി നാഷണൽ എക്സിബിഷൻ സെന്ററിൽ ആരംഭിച്ച മേക്ക് ഇറ്റ് ഇൻ ദി എമിറേറ്റ്സിൽ മുഖ്യപ്രഭാഷണം നടത്തവെയാണ് അദ്ദേഹം ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ഉൽപാദനം, ആരോഗ്യം, ഭക്ഷ്യസുരക്ഷ, നൂതന സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിലെ ചെറുകിട സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിനാണ് ഗ്രോത്ത് ഫണ്ട് ആരംഭിക്കുന്നത്. UAE-ൽ അടുത്ത 10 വർഷത്തിനകം സംഭരണ മേഖലയുടെ നിക്ഷേപം 16,800 കോടി ദിർഹമായി ഉയരും. 4,800 വസ്തുക്കൾ പ്രാദേശികമായും ഉൽപ്പാദിപ്പിക്കാനും പദ്ധതിയുണ്ട്. വ്യാവസായിക അടിത്തറ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി ജോർദാൻ, ബഹ്റിൻ, ഈജിപ്ത്, മൊറോക്കോ, ഖത്തർ, തുർക്കി എന്നീ രാജ്യങ്ങളുമായി സഹകരിച്ചു പ്രവർത്തിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കഴിഞ്ഞ വർഷം നൽകിയ ഇന്ത്യൻ ഷെങ്കൻ വിസ അപേക്ഷകളിൽ 6-1 നിരസിക്കപ്പെട്ടതായി റിപ്പോർട്ട്. 9,36,748 വിസ അപേക്ഷകൾ അംഗീകരിച്ചു. കഴിഞ്ഞ വർഷം ഷെങ്കൻ വിസ അപേക്ഷകരുടെ കാര്യത്തിൽ ഇന്ത്യ 3-ാം സ്ഥാനത്താണ്. 1.1 ദശലക്ഷം അപേക്ഷകൾ സമർപ്പിച്ചതായി യൂറോപ്യൻ കമ്മീഷൻ മെയ് 16-ന് പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇതിൽ 9,36,748 വിസകൾ അനുവദിച്ചു. 1,65,266 എണ്ണം നിരസിച്ചു. ഇത് ഇന്ത്യയുടെ ഷെങ്കൻ വിസ നിരസിക്കൽ നിരക്ക് 15% സൂചിപ്പിക്കുന്നു. അംഗീകാര നിരക്ക് 84.5% അംഗീകരിച്ചവരിൽ ഏകദേശം 63% പേർക്ക് മൾട്ടിപ്പിൾ എൻട്രി വിസകൾ ലഭിച്ചു. ഇത് വിസയുടെ സാധുതയ്ക്കുള്ളിൽ ഒന്നിലധികം തവണ ഷെങ്കൻ പ്രദേശത്തേക്ക് പ്രവേശിക്കാനും പുറത്തേക്ക് പോകാനും അനുവദിക്കുന്നു. 2024-ൽ ഏറ്റവും കൂടുതൽ ഷെങ്കൻ വിസ അപേക്ഷകൾ സമർപ്പിച്ചത് ചൈനയാണ്. 1.69 ദശലക്ഷം അംഗീകാരങ്ങൾ ലഭിച്ചു. 1.17 ദശലക്ഷം അപേക്ഷകളുമായി തുർക്കി 2-ാം സ്ഥാനത്താണ്. ഇതിൽ 9,93,875 എണ്ണം അംഗീകരിക്കുകയും 1,70,129 എണ്ണം നിരസിക്കുകയും ചെയ്തു. ഷെങ്കൻ ഏരിയ അംഗരാജ്യങ്ങൾ നൽകുന്ന ഒരു എൻട്രി പെർമിറ്റാണ് ഷെങ്കൻ വിസ. ഇത് യൂറോപ്യൻ യൂണിയൻ ഇതര പൗരന്മാർക്ക് ഷെങ്കൻ ഏരിയയിലേക്ക് ഒരു ഹ്രസ്വകാലത്തേക്ക് യാത്ര ചെയ്യാനും അവിടെ താമസിക്കാനും അനുവാദം നൽകുന്നു. സാധാരണയായി 90 ദിവസം വരെ വിസ ലഭിക്കും. ടൂറിസം, ബിസിനസ്, കുടുംബ സന്ദർശനം, വൈദ്യ ചികിത്സ, ഹ്രസ്വകാല പഠനം എന്നിവയ്ക്ക് ഇത് അനുവദിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ലോകത്തിലെ ആദ്യ AI നഗരം അബുദാബിയിൽ 2027-ൽ യാഥാർത്ഥ്യമാകും. AI അടിസ്ഥാനമാക്കിയ സ്മാർട്ട് വീടുകൾ, ഡ്രൈവർ ഇല്ലാത്ത ഗതാഗതം, ചികിത്സ, വിദ്യാഭ്യാസം എല്ലാം ഈ സിറ്റിയിലുണ്ടാകും. AI അടിസ്ഥാനമാക്കിയുള്ള സേവനങ്ങൾ, സ്വയം പ്രവർത്തിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ, എനർജി മാനേജ്മെന്റ് എന്നിവ അയോൺസ് ഇന്ത്യ എന്ന് പേരിട്ടിരിക്കുന്ന നഗരത്തിന്റെ സവിശേഷതകളാണ്. അബുദാബി ആസ്ഥാനമായ ബോൾഡ് ടെക്നോളജീസും ഇറ്റാലിയൻ റിയൽ എസ്റ്റേറ്റ് കമ്പനി മൈയൺ ഇൻകോർപ്പറേറ്റഡുമാണ് നഗരം നിർമ്മിക്കുന്നത്. $250 കോടി പദ്ധതിയുടെ ചെലവ്. MAIA എന്ന AI മൊബൈൽ ആപ്ലിക്കേഷനാണ് നഗരത്തിലെ താമസക്കാരെ ബന്ധിപ്പിക്കുക. ഉപഭോക്താക്കൾ നൽകുന്ന ഡാറ്റയ്ക്കനുസരിച്ച് സ്വയം തീരുമാനമെടുത്ത് പ്രവർത്തിക്കുന്ന പ്ലാറ്റ്ഫോമാകും ഈ ആപ്ലിക്കേഷൻ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റെക്കോർഡിട്ട് ദുബായ് ഗ്ലോബൽ വില്ലേജ്. 1 കോടിയിലധികം സന്ദർശകരാണ് ഇത്തവണത്തെ സീസണിൽ ഗ്ലോബൽ വില്ലേജ് സന്ദർശിച്ചത്.
ഗ്ലോബൽ വില്ലേജിൽ കഴിഞ്ഞ വർഷം 1 കോടി സന്ദർശകരാണ് എത്തിയത്. ഇത്തവണ 1.05 കോടി പേരാണ് വിസ്മയ കാഴ്ചകൾ കാണാനെത്തിയത്. ഗ്ലോബൽ വില്ലേജിന്റെ 29ാമത് സീസണിന് ഞായറാഴ്ചയാണ് തിരശീല വീണത്. 6 മാസത്തിലേറെ നീണ്ടുനിന്ന പരിപാടിയിൽ 400-ലേറെ കലാകാരന്മാർ പങ്കെടുത്ത 40,000-ത്തിലധികം ഷോകൾ നടന്നു. 30 പവലിയനുകളും ആഗോള ഗ്രാമത്തെ സമ്പന്നമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.